നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹത്തിന് ഒരുപാട് നിർവചനങ്ങളുണ്ട്. ആ നിർവചനങ്ങൾക്കെല്ലാം ബേസായിട്ടുള്ളത് പരസ്പരമുള്ള മനസ്സിലാക്കലാണ്. ഈ പരസ്പരമുള്ള മനസ്സിലാക്കൽ അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ എല്ലാ അർത്ഥത്തിലും തിരിച്ചറിയുമ്പോഴാണ് സൗഹൃദങ്ങൾ ഭംഗിയേറുന്നത്. ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെയധികം പ്രസക്തി കൂടിയ കാലമാണ്. അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് എല്ലാവരിലും കാണാം. പക്ഷേ ആ തരത്തിലുള്ള ബന്ധങ്ങൾ ഏർപ്പെടുന്നതിന് മുൻപ് നമുക്ക് വിദ്യാർത്ഥികൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം നൽകേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ പെട്ട് ബുദ്ധിമുട്ടുന്ന, ഈ ബന്ധങ്ങളെല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, പക്ഷേ അത് മാറി അതിനൊരു പ്രയാസം വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനാണ് ഒരു കൗൺസിലിംഗ് സെഷൻ്റെ ആവശ്യം വരുന്നത്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും അവരെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കലല്ല, പകരം ഒരു സഹായിക്കൽ മാത്രമാണ്. കൗൺസിലർ എപ്പോഴും ഒരു സഹായിയാണ്. ആ തരത്തിലുള്ള ഒരു സഹായം ജീവിതത്തിൻ്റെ വഴിമുട്ടി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഉപദേശങ്ങൾ കൊണ്ടോ അഭിപ്രായങ്ങൾ കൊണ്ടോ മറ്റ് സൗകര്യങ്ങൾ കൊണ്ടോ ഒരാളെ നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ, അവരുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല കൗൺസിലിംഗ് എന്ന് വിശ്വസിക്കുന്നു. കൗൺസിലർ എപ്പോഴും ഒരു സഹായി മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരുപാട് മറ്റ് ഘടകങ്ങൾ കൂടിയാൽ മാത്രമേ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഒരാളെ രക്ഷിക്കാൻ സാധിക്കൂ. അതിനുവേണ്ടി ശ്രേഷ്ഠ ആയുർവേദ ക്ലിനിക്കിൽ നമ്മൾ പലതരത്തിലുള്ള കൗൺസിലിംഗ് സെഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് മാത്രം അത് സഹായം ആവശ്യപ്പെടുക. നമസ്കാരം.